സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെപ്പർ മഷ്റൂം ഉണ്ടാക്കാം. മഷ്റൂം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ചിലർക്ക് അറിയില്ല. മഷ്റൂം കഴിക്കാൻ ചിലർക്ക് പേടിയാണ്. ചില നാടൻ മഷ്റൂമിന് പോയ്സൺ ഉണ്ടാകും. അത് ചിലപ്പോൾ നമ്മുടെ പറമ്പിൽ കാണപ്പെടുന്ന മഷ്റൂമാണ്. അത് നോക്കി വേണം കഴിക്കാൻ. ഇത് ഉണ്ടാക്കാൻ ഈ പ്ലേറ്റിൽ കാണുന്ന സാധനങ്ങൾ വേണം. ഒരു സവാള മുറിച്ചത്, ഒരു പിടി മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത്, 5-10 മഷ്റൂം, 3-4 വെളുത്തുള്ളി ഇവയാണ് വേണ്ടത്. പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒരു നുള്ളി ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ കടുക് ഇട്ടാലും മതി. പക്ഷേ ഇതിന് ജീരകമാണ് നല്ലത്. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. അഞ്ചെട്ട് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചതാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് ഒരു സവോള മുറിച്ചത് ഇട്ട് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴറ്റിയാൽ മതി. ഇവയെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ആയ ശേഷമാണ് പൊടികൾ ഇടേണ്ടത്.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അത് മാറ്റി വെച്ച് തണുത്ത ശേഷം അരച്ചെടുക്കാം. അതിനുശേഷം പാൻ വെച്ച് അതിലേക്ക് മഷ്റൂം മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ 1 ടീസ്പൂൺ എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. മഷ്റൂം കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കാറുണ്ട്. എന്ത് ഉണ്ടാക്കിയാലും മഷ്റൂമിൻ്റെ സ്വാദ് സൂപ്പറാണ്. മഷ്റൂം ക്യാൻസറിനെ പോലും പ്രതിരോധിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് നല്ലതുപോലെ ആയി എന്ന് കണ്ടാൽ നേരത്തെ വഴറ്റി മാറ്റിവെച്ച കൂട്ട് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ സൂപ്പർ സ്വാദാണ്. മഷ്റൂം സ്വാദിലും ഗുണത്തിലും സൂപ്പറാണ്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും സൂപ്പർ സ്വാദുള്ള ഒരു വിഭവമാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ